ശബരിമലയെ സ്വർണ്ണപ്പാളി മോഷ്ടക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. കേസിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം നീക്കം നടത്തുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണം തുടരുന്നത്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, നിർണായക നീക്കത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു. കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമോ? ഉൾപ്പെടെയുള്ള നടപടികൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേക്കുമെന്നാണ് വിവരം. അതുമായി ബന്ധപ്പെട്ട സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ നീക്കങ്ങൾ എ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് വൈകാതെ അന്വേഷണം എത്തുമെന്നതിൻ്റെ സൂചനയായി തന്നെയാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത്. എന്തായാലും എൻ വാസുവിനെ വൈകാതെ തന്നെ ചോദ്യം ചെയ്യേണ്ട ഭാഗമായി വീണ്ടും വിളിച്ചു വരുത്തുമെന്നാണ് അറിയുന്നത്. ഒരുപക്ഷെ അത് കസ്റ്റഡിയിലെടുത്തുള്ള ഒരു അറസ്റ്റാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കാരണം അത്രയും ഗുരുതരമായ പരാമർശമാണ് എൻ വാസുവിനെതിരെ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട കോടതിയിൽ SIT സമർപ്പിച്ച കസ്റ്റഡി അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അവിടെ ഈ വാതിൽപ്പാളിയിലെ സ്വർണം ഉരുക്കി മാറ്റിയ സംഭവത്തിൽ എൻ വാസുവിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്ന് SIT കണ്ടെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വാസുവിനെതിരെ അങ്ങനെ കടുത്ത നീക്കങ്ങളിലേക്ക് SIT കടക്കുന്നത്. എന്തായാലും 2019 ഭരണസമിതിക്ക് നേതൃത്വം നൽകിയ പത്മകുമാറിലേക്ക് കൂടി ഈ അന്വേഷണം എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഉദ്യോഗസ്ഥരിലും ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും ഒതുങ്ങി നിന്ന ഈ കേസിൻ്റെ അന്വേഷണവും തുടർ നടപടികളും രാഷ്ട്രീയ ഉന്നതരിലേക്കും എത്തുന്ന ഒരു വ്യാഖ്യാനം വരും. അതുണ്ടാക്കാൻ പോകുന്ന പൊല്ലാപ്പ് ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അതീവ രഹസ്യമായി ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളുമായി SIT മുമ്പോട്ട് പോകുന്നത്. SP ശശിധരൻ നേരിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വാതിൽപ്പാളി മോഷണവുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. താൻ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി കേസ് പരിഗണിച്ചപ്പോൾ രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാരൻ സുഭാഷ് കപൂറിൻ്റെ പേര് പരാമർശിക്കുന്നു, ചില സംശയങ്ങൾ ഉന്നയിക്കുന്നു. അവിടെയുള്ളത് യഥാർത്ഥ സ്വർണ്ണപ്പാളി തന്നെയാണോ എന്ന സംശയം പോലും കോടതി ഉന്നയിച്ച സാഹചര്യത്തിൽ അതീവ ഗൗരവത്തോടെ കൂടി തന്നെ ഈ കേസിനെ കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഹൈക്കോടതിയുടെ നിരീക്ഷണമുള്ളത് കൊണ്ട് പല രാഷ്ട്രീയ ഉന്നതരിലേക്കും ഇനി അന്വേഷണം നീങ്ങാം. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കേസിൽ ഈ രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തിന് പങ്കുണ്ടെന്നൊരു സംശയം കോടതി ഉന്നയിച്ചൊരു പശ്ചാത്തലത്തിൽ ആ തലങ്ങളിലേക്കും രാജ്യാന്തര സംഘങ്ങളിലേക്കും അന്വേഷണം നീങ്ങേണ്ടതുണ്ടോ ഡാൻ? അത് സംബന്ധിച്ച് നമുക്ക് വ്യക്തമായ സൂചനകളൊന്നും ഇതുവരെ അത്തരത്തിൽ ലഭിച്ചിട്ടില്ല. പക്ഷേ കോടതി അത് ഉപമിക്കുകയാണ് ചെയ്തത്. അത്രയും ഗൗരവമുള്ള ഒരു തട്ടിപ്പാണ് ശബരിമലയിൽ. ഇത്രയധികം സുരക്ഷാ സംവിധാനങ്ങളുള്ള ശബരിമലയിൽ അത്രയും ഗൗരവമുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വലിയ തട്ടിപ്പ് നടന്നപ്പോൾ അതിൽ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമടക്കമുണ്ട്. അതിനപ്പുറത്തേക്ക് ഭരണസമിതിക്കും അതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് ആവർത്തിച്ച് കോടതി വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ഉദ്യോഗസ്ഥർ പരപ്രേരണയാലാണ് ഇത് ചെയ്തത്. അതിൽ ഉന്നതരുടെ പങ്ക് SITക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് 2 ഇടക്കാല റിപ്പോർട്ടുകളിലൂടെ കോടതി അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതി അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തുകയും രഹസ്യമായി തന്നെ ഏറെ ഗൗരവത്തോടെ ഈ തുടർ നീക്കങ്ങളുമായി മുമ്പോട്ട് പോകാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത്. ഇനി ഏതാണ്ട് 4 ആഴ്ചയിൽ താഴെ മാത്രമാണ് കോടതി അനുവദിച്ച സമയപരിധി. 6 ആഴ്ചയിൽ 2 ആഴ്ചയിലധികം പൂർത്തിയായിരിക്കുന്നു. ഇനിയാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത്. അവിടെ നമുക്ക് അറിയാനുള്ളത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്ന നടപടികൾ പുരോഗമിക്കുമ്പോൾ തുടർ നടപടികളുടെ ഭാഗമായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടുത്ത നീക്കങ്ങളിലേക്ക്, അതായത് എൻ വാസുവിനെ ഇനി ചോദ്യം ചെയ്യാനായി ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് പകരം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള തുടർ നീക്കങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം ഹൈക്കോടതി നേരിട്ട് ഈ അന്വേഷണ പുരോഗതി അടക്കം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. കോടതി സ്വമേധയായി ഈ വിഷയത്തിൽ കേസെടുക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ഏത് തരത്തിലായിരിക്കും ഈ കേസിൻ്റെ തുടർ നടപടികൾ എന്നത് രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടക്കം അടുത്തു വരികയാണ്. അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട എൻ വാസു, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കൂടിയായ എൻ വാസുവിനെ അടക്കം വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ രാഷ്ട്രീയ ബന്ധമുള്ള ഉന്നതരിലേക്ക് കൂടി അന്വേഷണം. അതാണ് ഡാൻ, ഇവിടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരായ എൻ വാസുവിനെയും എ പത്മകുമാറിനെയും ചോദ്യം ചെയ്യാനൊരുങ്ങുന്നു നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും
സംശയനിഴലിലുണ്ടെന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ PS പ്രശാന്തിലേക്കും അന്വേഷണം നീങ്ങുമോ? അതായത് ഇപ്പോഴത്തെ ബോർഡിനും ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് കോടതി അസംയുക്തമായി തന്നെ വ്യക്തമാക്കിയതാണ്. പക്ഷേ PS പ്രശാന്ത് നേരിട്ട് ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു തട്ടിപ്പിൻ്റെ ഭാഗമായിട്ടുണ്ട് എന്ന് ഇതുവരെ SITയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു കണ്ടെത്തലുണ്ടായിട്ടില്ല. പക്ഷേ അവർ എടുത്തു പറയുന്ന കാര്യം ഈ മിനിറ്റ്സ് ബുക്കിൽ കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്താതിരുന്നത് 2019 ഭരണസമിതിയുടെ വീഴ്ച തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പുറത്തു വരാതിരിക്കാനുള്ള നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊരു വലിയ സംശയമാണ് പ്രത്യേക സംഘത്തിനുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ആ ദിശയിലേക്ക്, അതായത് ബോധപൂർവമാണോ മിനിറ്റ്സ് ബുക്കിൽ വസ്തുതകൾ രേഖപ്പെടുത്താതിരുന്നത്, അത് ഈ വീഴ്ച തിരിച്ചറിഞ്ഞതിന് ശേഷം അത് പിടിക്കപ്പെടാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഭരണസമിതിയുടെ ആ സമയത്തെ ക്രമക്കേടുകൾ പുറത്തു വരാതിരിക്കാൻ നിലവിലെ ബോർഡും അതിൻ്റെ സംവിധാനങ്ങളും കൂട്ടുനിന്നോ എന്ന ദിശയിലേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും PS പ്രശാന്തിൻ്റെ കാലാവധി തീരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായകമായൊരു വഴിത്തിരിവിലേക്ക് അന്വേഷണം ഇപ്പോൾ എത്തുന്നത് എന്ന് വേണം പറയാൻ. ഡാൻ തുടരുക. ശശിനാരായണൻ കൂടി ചേർന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ഇപ്പോൾ ഈ മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാൻ ഒരുങ്ങുകയാണ് SIT എന്ന വാർത്തകൾ വരുന്നു. ശ്രീകോവിൽ വാതിലുമായി ബന്ധപ്പെട്ട തട്ടിപ്പിലേക്കുള്ള അന്വേഷണത്തിലാണ് റാന്നി കോടതിയിൽ അന്വേഷണ സംഘം അപേക്ഷ നൽകിയത്. മുരാരി ബാബു നൽകിയ ജാമ്യാപേക്ഷ കോടതി നാളെ പരിഗണിക്കുന്നുമുണ്ട്. ശശിനാരായണൻ, എന്തായാലും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നു, വിശദമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ഇരുവരെയും, അതായത് ബാബുവിനെയും മുരാരി ബാബുവിനെയും സുധീഷിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കമായിരിക്കും ഉണ്ടാവുക. ടോം, തീർച്ചയായിട്ടും അത്തരത്തിൽ ഉള്ള കാര്യത്തിന് തന്നെയാണ് ഈ സാധാരണ ഈ കസ്റ്റഡിയിൽ വാങ്ങാൻ SIT തീരുമാനിച്ചിട്ടുള്ളത്. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനം കൂടി SITക്കുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് റാന്നി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുള്ളത്. ഈ ശ്രീകോവിൽ വാതിൽപ്പടിയുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ സ്വർണ്ണത്തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ഈ 3 പേരെയും ഒന്നിച്ചെത്തി ചോദ്യം ചെയ്യണമെന്നുള്ള തീരുമാനത്തിലേക്ക് SIT വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് 2 പേരെയും കസ്റ്റഡിയിൽ വാങ്ങി, അതായത് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും മുരാരി ബാബു ഇല്ലാതെ ഈ ജാമ്യാപേക്ഷ കൂടി നൽകിയിട്ടുണ്ട് കോടതിയിൽ. അത് നാളെയാണ് പരിഗണിക്കുന്നത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി ജയശ്രീ പത്തനംതിട്ട സെഷൻസ് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. ആദ്യം ഹൈക്കോടതിയിലാണ് നൽകിയത്, അത് പിന്നെ തള്ളിയിരുന്നു. അതിനുശേഷമാണ് അതിന്റെ നടപടിക്രമം അനുസരിച്ചാണ് ഈ പത്തനംതിട്ട സെഷൻസ് കോടതിയിലേക്ക് ജാമ്യാപേക്ഷ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഈ കട്ടളപ്പാളി സ്വർണ്ണവുമായി ബന്ധപ്പെട്ട കൃത്യമായ ചില മൊഴികൾ, നിർണായകമായ മൊഴികൾ സുധീഷ് കുമാർ നൽകിയിരുന്നു. മുരാരി ബാബുവിന്റെ പേരിലുള്ള കാര്യങ്ങളുണ്ട്. മുരാരി ബാബു ഇത് സംബന്ധിച്ചുള്ള മൊഴികൾ നൽകിയിട്ടുണ്ട്. ഈ 2 പേരും മൊഴികൾ നൽകിയിട്ടുള്ളതെല്ലാം നേരത്തെ ദേവസ്വം കമ്മീഷണർ വാസുവിനെതിരെ ഉള്ള മൊഴികളാണ് ഇവരുടെ ഉള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, അതുപോലെ തന്നെ മുരാരി ബാബു, ഇങ്ങനെ ഈ പ്രതികളിലെല്ലാം പരസ്പരം ലിങ്ക് ചെയ്യുന്ന, ബന്ധിപ്പിക്കുന്ന ചില തെളിവുകൾ ഈ SIT സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ടാണ് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും അപേക്ഷ നൽകിയിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ ഇത് പരിഗണിക്കുമ്പോൾ കസ്റ്റഡി ലഭിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡാൻ, എന്തായാലും മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ്. നമുക്കറിയേണ്ടത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ ചോദ്യം ചെയ്യലിൽ എന്തെങ്കിലും നിർണായകമായിട്ടുള്ള വിവരങ്ങൾ SITക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നാണ്. ആ മൊഴിയിലെ വിശദാംശങ്ങളൊന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ രഹസ്യമായാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. ഉദ്യോഗസ്ഥർ അത്തരം ഒരു കാര്യങ്ങളും പങ്കുവെക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഒരുപക്ഷെ ഈ കോടതിയുടെ ഒരു മേൽനോട്ടം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നതിനാലായിരിക്കണം അത്തരത്തിൽ അവർക്കും ഒരു പരിമിതി നിലനിൽക്കുന്നതെന്ന് വേണം പറയാൻ. പക്ഷേ നിർണായകമായ ചില മൊഴി, പ്രത്യേകിച്ച് N വാസുവിൻ്റെ ഇടപെടലുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിനോടകം നടത്തിയ ചോദ്യം ചെയ്യലിൽ നിർണായകമായ ചില മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്ത് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതുകൊണ്ട് തന്നെയാണ് ഈ കസ്റ്റഡി അപേക്ഷയിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, ഗുരുതരമായ പരാമർശങ്ങൾ വാസുവിനെതിരെ രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നിലവിൽ നടത്തുന്ന അന്വേഷണത്തിൽ
കോടതി തൃപ്തി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തുടർ നടപടികളും വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാനാകും SITയുടെ ഭാഗത്തു നിന്നുള്ള ഒരു നീക്കം ഉണ്ടാകുക. അങ്ങനെയെങ്കിൽ എൻ വാസുവിനെതിരെ ഒരു കടുത്ത നീക്കത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് 2019 ഭരണസമിതിയുടെ തലവനായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എ പത്മകുമാറിനെ ചോദ്യം ചെയ്യാനാണ് വിളിച്ചു വരുത്തുമെന്നതാണ് ഇനി അറിയാനുള്ളത്. വിവരങ്ങളുമായി ഡാൻ കുര്യനും ശശിധരനാണ് വിവരങ്ങൾ നൽകിയത്. മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനൊരുങ്ങുന്നു SIT എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ വരുന്നു. ഇതിനായി റാന്നി കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പമാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ അടക്കം ചോദ്യം ചെയ്യാനുള്ള നീക്കവും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.